ഷൗപ്രസാദ്, എനിക്ക് മറ്റുള്ള അതിഥികളിലേക്ക് ആദ്യം ശ്രീ റിജിൽ ബാക്കുറ്റിയിലേക്ക് ഞാൻ പോകാം. ശ്രീ റിജിൽ ബാക്കുറ്റി, ഇതൊക്കെ തന്നെയും വലിയ വിഷയമായി കണക്കാക്കേണ്ടതുണ്ടോ? കാരണം നരേന്ദ്രമോദിയോടൊപ്പം അനുഗമിക്കാൻ ഒരു മുസ്ലിം സമുദായ അംഗമായിട്ടുള്ള മലപ്പുറത്തെ ഡോക്ടർ അബ്ദുൽ സലാമിന് സാധിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് സ്ഥലമില്ലാഞ്ഞിട്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ അതിനെ ഗൗരവമായി എടുത്തിട്ടില്ല എന്ന്. ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ശ്രീ ഷാബു പ്രസാദ് ചോദിക്കുന്നത്. ശ്രീ നികേഷ്, യഥാർത്ഥത്തിൽ CA എന്താണെന്ന് പ്രാക്ടിക്കലായി നരേന്ദ്രമോദി കാണിച്ചു എന്നുള്ളതാണ് അതിന് കൊടുക്കാനുള്ള മറുപടി. എന്താണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് BJPയും സംഘപരിവാറും എടുക്കുന്ന നിലപാടെന്നും അവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി, അകറ്റി നിർത്തുന്നതിന് വേണ്ടിയും CA ഉൾപ്പെടെയുള്ള കരിനിയമം പാസ്സാക്കിക്കൊണ്ട് നടപ്പാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് BJPയുടെ പാർലമെൻറ്റിൽ മത്സരിക്കുന്ന, ലോക്സഭയിൽ മത്സരിക്കുന്ന മലപ്പുറത്തുകാരനായ സ്ഥാനാർത്ഥി, അദ്ദേഹം മുസൽമാനായതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ മറ്റു 2 സ്ഥാനാർത്ഥികൾക്ക് ഇടമുണ്ടല്ലോ. ഇപ്പം അദ്ദേഹത്തെ ഈ 2 പാലക്കാടെയും അതോടൊപ്പം തന്നെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി മാത്രമാണ് പ്രധാനമന്ത്രിയോട് അനുഗമിക്കുക എന്നല്ല BJPയുടെ ഈ പര്യടനവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ 3 സ്ഥാനാർത്ഥികളുടെ പേരുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവിടെ കയറാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും BJPയുടെ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്. യഥാർത്ഥത്തിൽ അബ്ദുൽ സലാമൊക്കെ അത് അനുഭവിക്കേണ്ട ആളാണ്. കാരണം ഈ നാടിനകത്ത് പ്രത്യേകിച്ച് ഈ 30 വെള്ളിക്കാശിന് എടുത്ത് യേശുദേവനെ ഉറ്റുകൊടുത്ത യൂദാസിൻ്റെ പുതിയ രൂപങ്ങളാണ് അബ്ദുൽ സലാമും അബ്ദുള്ള കുട്ടിമാരൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് അയാൾക്ക് കിട്ടണം, അയാൾക്ക് അത് എന്താണ് പറയേണ്ടത്, അയാൾ അനുഭവിക്കണം എന്നുള്ളതാണ്. ഇത്രയും അപമാനിതനായി നിൽക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അധികാരത്തിനും പണത്തിനും വേണ്ടി ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തി പകരാൻ നിൽക്കുന്ന അബ്ദുൽ സലാമിന് കിട്ടിയ അടി തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ BJPയുടെ മുഖം തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇത് ഒരിക്കലും ഇവർ പറയുന്നത് പോലെ വണ്ടിയിൽ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, നരേന്ദ്രമോദിക്ക് അബ്ദുൽ സലാമിനുമായി ചേർന്ന് നിൽക്കുന്നതിനകത്ത് പ്രശ്നമുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാവും അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. തെരഞ്ഞെടുപ്പായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും രാജ്യത്ത് ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ്. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ പാർലമെൻറ്റ്, ഉത്തർപ്രദേശിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഒരാൾ പോലും BJPക്ക് ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാൾ MP-മാരായിട്ടില്ല എന്ന് പറയുമ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഇവിടെയുണ്ട്. പക്ഷേ കേരളത്തിൽ ഇവർ മറ്റൊരു രാഷ്ട്രീയം ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇടത്താണ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരാളെ Debate with MV Nikesh Kumar.